യൂറോവിഷൻ 2025 ഇസ്രായേലിനെ വിലക്കണമെന്ന് സ്പെയിൻ ഔദ്യോഗികപരമായി ആവശ്യപ്പെട്ടു. യൂറോപ്യൻ ടെലിവിഷൻ കമ്പനിയുടെ കൂട്ടായ്മയാണ് യൂറോവിഷൻ 2025. ഈ വർഷം സ്വിറ്റ്സർലൻഡിലെ ബേസൽ നഗരത്തിൽ വെച്ചാണ് ഇത് ആഘോഷിക്കുന്നത്. തുല്യതയും വൈവിധ്യവും സ്വാതന്ത്ര്യവും അവകാശവും സമത്വവും അടക്കമുള്ള ഏറ്റവും നല്ല നൂതനപരമായിരിക്കുന്ന ആശയം ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുകയും വലിയ സംഗീത നിശ നടത്തപ്പെടുകയും ചെയ്യുകയാണ് ഓരോ വർഷവും യൂറോവിഷൻ 2025 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫലസ്തീൻ്റെ അകത്ത് ഇപ്പം നടന്നു വരുന്ന കൂട്ടക്കൊലയിലും കൂട്ടക്കശാപ്പുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധക്കുറ്റം ചെയ്യുന്ന കുറ്റവാളികൾക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സമീപനങ്ങൾ ഇസ്രായേൽ തുടരുന്നിടത്തോളം കാലം ഇത്തരം സാംസ്കാരികപരമായിരിക്കുന്ന ഒരു വേദിയിലേക്ക് അവർ ക്ഷണിക്കുന്നത് ദുരന്തമുണ്ടാക്കുമെന്നുള്ളതും തലമുറയോട് നമ്മൾ ചെയ്യുന്ന കാടത്തമായിരിക്കും എന്നുള്ളതുമാണ് സ്പെയിൻ്റെ അഭിപ്രായം. അങ്ങനെ ഇസ്രായേലിൽ എത്തിക്കുന്ന രീതിയിലുള്ള നിലപാടിലേക്ക് യൂറോവിഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ തങ്ങളിത് ബഹിഷ്കരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു ഭീഷണി സ്വരവും സ്പെയിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. പല യൂറോപ്യൻ രാജ്യങ്ങളും ഈ വിഷയത്തിന് സ്പെയിന് പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകർക്ക് പോലും വലിയ പ്രയാസമുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്.